വിജയബാലാജി ഡയറക്റ്റ് ചെയ്ത് നടിപ്പിൻ നായകൻ സൂര്യ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന കറുപ്പ് എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. ബാക്ക് ടു മൂവി റിവ്യൂ. ഈ സത്യം പറഞ്ഞ ഈ മൂവി ഇന്നേക്ക് അല്ലെങ്കിൽ ഇന്ന് റിലീസാകും എന്നുള്ള ഒരു മൈൻഡേ ഇല്ല. എനിക്ക് തോന്നുന്നു ജനനായകൻ എന്ന് പറയുന്ന മൂവി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പോസ്റ്റ്പോൺ ചെയ്ത് ഇനി എന്ന് റിലീസ് ആകും എന്ന് പറഞ്ഞ രീതിയിൽ ഏതും കുറച്ച് 4-5 മാസം മുമ്പ് ഇരുന്ന കൂട്ട് ഇതും ഇനി ഇരിക്കുന്നു പോകുന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ. വേറൊന്നല്ല, ഇന്നലെ രാവിലെ ഒരു 8 മണി ഒരു 9 മണി ഷോയ്ക്ക് നമ്മൾ ഓൺലൈൻ അല്ല, നമ്മുടെ ഫാൻ ഷോ ടിക്കറ്റിന് ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് നേരെ അവിടെ ചെന്ന് പോയപ്പോൾ ഷോ ക്യാൻസൽ ആയെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 12 മണിക്ക് ഷോ വിളിക്കുന്നു പറഞ്ഞു, അതും ക്യാൻസലായി. അങ്ങനെ ഇരുന്നിരുന്ന് നമുക്ക് പിന്നെ അന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെ ഇന്നലെ കണ്ടിന്യൂസ് ഇനി ഷോ ഇല്ല, ഒരു ഷോ പോലും ഓടിക്കണില്ലെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഇനി അതിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വരുമെന്ന് ഒക്കെ കേട്ട് നമ്മൾ ഇനി വരും അതെങ്ങനെയാ നോക്കാൻ വേണ്ടി ഇരുന്നിരുന്നത്. 10-11 മണിയായപ്പോ ഏകദേശം അടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്ന് പടത്തിന് റിലീസ് ഉണ്ടാവുമെന്ന് കൺഫേം ആകുകയും പിന്നീട് അത് ഒഫീഷ്യലി കൺഫേം ആവണ വരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒഫീഷ്യലി കൺഫർമേഷൻ വന്നത് ഒരു മാക്സിമം ഒരു 12:30 ആ ടൈം ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫർമേഷൻ വന്നത്. ആ ടൈമിൽ സത്യം പറഞ്ഞാൽ നമ്മള് ഉറക്കത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് നോക്കി എന്തെങ്കിലും നാളെ ഇറങ്ങുക അല്ലെങ്കിൽ ഇന്നലെ ലീവ് എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ നഷ്ടമായിപ്പോ എന്ന് പറഞ്ഞപ്പോഴാണ് അതിരടി കണ്ടത്. പിന്നെ ഇന്നലത്തെ ദിവസം അങ്ങനെ ലാഭിച്ചു. ഇന്നത്തെ ദിവസം ഇനി പടം ഇനി വെച്ച് നീണ്ടു പോവുക എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയും സത്യം പറയാം ശോഭന ഉറങ്ങിയെന്ന് വെച്ചാൽ ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കൺഫർമേഷൻ പറഞ്ഞ് ഇന്ന് റിലീസ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ബുക്ക് ഷോയിൽ എങ്ങനെയാണ് ഓപ്പണിംഗ് ചെയ്യണത് അല്ലെങ്കിൽ ബുക്കിങ്ങിന്റെ ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാൻ മേലായിരുന്നു. അന്നേരം തൊട്ടിങ്ങനെ നോക്കി ഏകദേശം ഇന്ന് രാവിലെ 10 മണി 10:30 ആയപ്പോഴാണ് പിന്നെ ഓപ്പണിംഗ് ആയത്. അപ്പൊ തന്നെ കയറി ബുക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി. ഇനി നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നേരത്തെ കാണാൻ പറ്റാത്തതിനുള്ള എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ അത്രയും പേര് കയറി ബുക്ക് ചെയ്തപ്പോ നമുക്ക് കാണാൻ പറ്റിയില്ലെന്നുള്ള തോന്നലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി മുതൽ ഈ പടത്തിനെ പറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് വെച്ചാൽ അത്രക്ക് ഒരു ഞാൻ എന്താ പറഞ്ഞ ഒരു സൂര്യ അവിടെ സിനിമകള് ഈ തിയേറ്ററിൽ പോയിരുന്ന അങ്ങനെ ഒട്ടുമിക്ക പടം അങ്ങനെ കാണാറില്ല. എനിക്ക് തോന്നുന്നു അവസാനം സൂര്യയുടെ ഒരു പടം തിയേറ്ററിൽ പോയി വാച്ച് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് MGK ആണെന്ന് തോന്നുന്നു. MGK അതങ്ങനെ അത്ര വിജയിച്ചില്ല. അത്ര ട്രെയിലറും കാര്യങ്ങളൊക്കെ അന്ന് കണക്ട് ആയപ്പോ നമ്മൾ ആ ഒരു മൈൻഡിൽ പോയി കണ്ടാണ് MGK. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പടം നമ്മൾ തിയേറ്ററിൽ സൂര്യയുടെ ഒരു പടം പോലും ഞാൻ പോയി കണ്ടിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഈ ഒരു ഇതിന്റെ ട്രെയിലറും ടീച്ചറൊക്കെ കണ്ടപ്പോ എനിക്ക് പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നിയായിരുന്നു. എനിക്ക് എങ്ങനെയും പോയി കാണണം, ആ ഒരു താല്പര്യം തന്നെ തോന്നിയായിരുന്നു എനിക്ക് മൊത്തത്തിൽ. അപ്പൊ ആ ഒരു മൈൻഡിൽ തന്നെ കൂട്ടുകാരൻ ഫാൻസ് അസോസിയേഷൻ ടീമിനൊക്കെ ഉള്ളതാണ്. അപ്പൊ അവൻ വഴി കട്ട് ചെയ്ത് ഒരു ടിക്കറ്റ് സെറ്റ് ചെയ്ത് നേരെ അങ്ങനെ പോകാൻ നിന്നപ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ. അങ്ങനെ ഇന്ന് എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് പടം ഇന്ന് റിലീസായി. ഇന്ന് പടം പോയി കണ്ടു വന്നിരിക്കുകയാണ്. കറുപ്പ്, നമ്മുടെ സൂര്യ നടിപ്പിൻ നായകൻ സൂര്യ. അങ്ങനെ എത്ര നാളായി ഗൈസ് സത്യം പറഞ്ഞ അങ്ങേരെ ഒരു കിടില ഒരു സ്ക്രീൻ പ്രസൻസും ഒരു മാസ് ആക്ഷൻ മൂവി നമ്മളങ്ങനെ കാണാതെ അവസാനം 5 മറ്റേ തോന്നുന്നു അവസാനം കണ്ടത്. അത് കഴിഞ്ഞിട്ടൊരു കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ്. അല്ല ആ ഒരു ക്യാരക്ടർ കാണുമ്പോ അയ്യോ ഇത് പുളിയാണല്ല, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ പക്ക മാച്ചാണല്ല എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ സൂര്യനെ കാണുന്ന കുറെ നാൾക്ക് ശേഷം അത് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഓവറായിട്ട് പറഞ്ഞ് കൊളാക്കാനാ അല്ലെങ്കിൽ ഓവറായിട്ട് പറഞ്ഞ് തന്നെ ഈ സ്പോയിലറായി പോകാനാ എന്ന രീതിയിൽ ഞാൻ പറയുന്നില്ല. വേറൊന്നുമല്ല, ഈ സിനിമ എന്ന് പറഞ്ഞ പക്ക ഒരു സൂര്യ ഫാൻ ബോയ് ആയിട്ടുള്ള ഒരാൾക്ക് നല്ലപോലെ തിയേറ്റർ എക്സ്പീരിയൻസും എല്ലാം സമ്മാനിക്കുന്ന ഒരു തിയേറ്റർ പൊളിപ്പം മൂവി എന്ന് പറഞ്ഞാൽ മതി. ആ ഒരു കാറ്റഗറിപ്പെട്ട മൂവിയാണ്. അതിലിപ്പോ ഇന്ദ്രൻ ചേട്ടന്റെ ക്യാരക്ടർ ആണെങ്കിൽ പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന റോള് ഭംഗിയായിട്ട് തന്നെ ഒരു ഫസ്റ്റ് സിനിമ തുടങ്ങി കുറച്ചാകുമ്പോൾ നമ്മൾ ഓർപ്പിക്കുന്നത് മലയാളം പടം എന്നുള്ള രീതിയിൽ നമ്മൾ തോന്നുന്നു. വെച്ചാൽ ഫസ്റ്റ് തുടക്കത്തിൽ കാണിക്കുന്ന ഒരു 3-4 ക്യാരക്ടറോളം മലയാളികളാണ് കൂടുതൽ.
അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളവർക്ക് ഇത് എന്താണ് മലയാള സിനിമയോ എന്നുള്ളത് നമുക്ക് തോന്നിയായിരുന്നു. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ആർ ജെ ബാലാജിയാണ് വില്ലൻ എന്നറിഞ്ഞപ്പോ ഞാൻ ഓർത്ത് സൂര്യക്ക് ഒരു വില്ലൻ, സൂര്യയുടെ ഓപ്പോസിറ്റ് ഒരു വില്ലനായിട്ട് വരുമ്പോ ആ മച്ചാനെ ഏത് രീതിയിലാണ് ഈ പെർഫോമൻസ് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇങ്ങേരല്ലാണ്ട് വേറൊരാള് ആ ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ ഇത് ആര് ചെയ്തേനെ എന്നൊരു തോന്നിപ്പോയി. അമ്മാതിരിലെ പെർഫോമൻസ് ആണ് വില്ലനായിട്ട് വന്ന് ആർ ജെ ബാലാജി. പടത്തിന്റെ ഡയറക്ടറുമാണ്, അതിൽ അഭിനയിച്ച് വില്ലൻ ക്യാരക്ടർ ചെയ്ത് പൊളിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ മതി. പൊളിക്കുന്ന ഒരു രക്ഷയില്ലാത്ത പുള്ളിയെ കളി. പിന്നെ തൃശ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഒരു മടിപ്പീരി ക്യാരക്ടർ, ആ രീതിയിൽ തൃശ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. പോരാണ്ട് പിന്നെ ഈ വേറെ ആരും ഒന്നും പറയാനില്ല. ഇങ്ങനല്ലാണ്ട് സൂര്യ സ്ക്രീൻ പ്രസൻസ് എന്ന് വെച്ചാ ഒരു രക്ഷയില്ലാത്ത സ്ക്രീൻ പ്രസൻസാ. അതൊരു ഫ്രെയിമി അമ്മാതിരി ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊടുത്ത്, അല്ലെങ്കിൽ അതിനിപ്പോ നമുക്ക് അല്ലെങ്കിൽ വർക്കാകാത്തത് ചിലപ്പോ നമ്മൾ പല സിനിമകളിലാണെങ്കിൽ മറന്നിട്ടുള്ള ഡയലോഗും അതൊക്കെ ആയിരിക്കും. പക്ഷെ അത് നമ്മൾക്ക് അത് ഒന്നുകൂടി നമുക്ക് റിലേറ്റബിൾ ആയിട്ട് വർക്കാൻ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട്, സായി അഭ്യങ്കറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മൊത്തത്തിൽ നമുക്കൊരു ഒരു ഫാൻ ബോയ് ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു മൂവിയാണിത്. മറ്റൊരാളെ അറിയാതെ സിനിമാറ്റോഗ്രാഫർ നമ്മുടെ മെർസലിലും ജവാൻ അറ്റ്ലിയുടെ ഒക്കെ ഒപ്പം ഒരുപാട് സിനിമാറ്റോഗ്രാഫി പരിപാടിയൊക്കെ പിടിച്ചിട്ടുള്ള ചാങ്കുടിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതാണ് പക്ക ഒരു പടത്തിൽ ആ ഒരു ക്വാളിറ്റി, സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞ മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു പക്ക ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഓരോ സീനും കിഡിലായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ബിജിഎമ്മാണ് മൊത്തം പറയാൻ മൊത്തത്തിൽ ആ സിനിമേനെ തന്നെ കൊണ്ടുവരുന്നത്. ബിജിഎമ്മിന് എന്തെങ്കിലുമൊക്കെ ഒരു അല്ലെങ്കിൽ ബിജിഎം എന്നൊരു പോരായ്മ വന്നിരുന്നെങ്കിൽ പടം മൊത്തത്തിൽ പോയെന്ന് തന്നെ പറഞ്ഞാൽ മതി. അത് ആ ഒരു നമ്മളിപ്പോ അത് ഒത്തിരി നല്ല ബീജിയം, അല്ലെങ്കിൽ നമ്മളിപ്പോ പൂരിത്തെരിപ്പിക്കുന്ന എന്താണ് ജയിലണ്ടാത്ത കൂട്ടം അങ്ങനത്തെ ടൈപ്പ് അല്ല പറയണത്. പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു സിനിമയുടെ കഥാപശ്ചാത്തലവും അവര് പ്രസന്റ് ചെയ്യണ രീതി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സീൻസിനാണെങ്കിൽ ആ സീനിന് വേണ്ട സ്ക്രീൻ പ്രസൻസ് രീതിയും കൊടുത്ത്, അല്ലെങ്കിൽ അത് സൂര്യനെ നല്ല രീതിയിൽ സ്ക്രീൻ പ്രസൻസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി വരുമ്പോണ്ടല്ലോ ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് സമ്മാനിക്കുന്നത്. എനിക്കൊരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഈ കറുപ്പുസ്വാമി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു തുടക്കം കാണുമ്പോൾ ഞാൻ ഓർത്ത് ഒരു സ്വപ്നമാണോ, അല്ലെങ്കിൽ സൂര്യനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു മറ്റൊരാൾ കാണുന്ന സ്വപ്നമാണോ എന്നുള്ളത് തോന്നൽ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ അത് അങ്ങനെ കാണിക്കണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റായിട്ട് അങ്ങനെ എടുത്ത് കാണിക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു പ്രസൻസ് അവിടെ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് എനിക്ക് അല്ലെങ്കിൽ ആ ഒരു പവർ എന്നുള്ളിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വന്നു ആ രീതിയിൽ ഒന്ന് വേറിട്ട രീതിയിൽ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി എന്നെ സംബന്ധിച്ച് എനിക്ക് വർക്കായതിനെ എനിക്ക് തോന്നിയായിരുന്നു. ഒന്നുകൂടി ഒരു പടം ഓക്കെ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഇപ്പൊ ഒരു പറയാൻ പറ്റുള്ളൂ. എന്താ മറ്റേ ഈ അതായത് ഇപ്പൊ ഒരു ഫാനാണെങ്കിൽ, ഫാൻ ബോയ് ആയുള്ള ഒരുത്തനാണെങ്കിൽ ഇത് കാണാൻ പോകുന്നതെങ്കിൽ ആ ഒരു ആറ്റേറപ്പെട്ട വ്യക്തിയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ലപോലെ വർത്തായിട്ടുള്ള മൂവി. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാനിപ്പോ ഈ പരിപാടി തുടങ്ങിയപ്പോ അല്ല അതിന് മുമ്പും ഇതുപോലെ തന്നെ സിനിമ എങ്ങനെയാണ്, അല്ലെങ്കിൽ സിനിമ ഏതൊക്കെ തലത്തിലുള്ള പോരായ്മ അതിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ സിനിമ ഏതൊക്കെ തരത്തിലാണ് വർക്കായ എന്തെങ്കിലും ഘടകം ഉണ്ടെങ്കിൽ അതുണ്ടായിരിക്കും ഞാൻ നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയപ്പോ എനിക്ക് അങ്ങനെ ഒരു പോരായ്മ തോന്നിയത്. വേറെ അങ്ങനെ ഇത് മസാല പടമാണ്. അപ്പൊ ആ ഒരു കാറ്റഗറി നമ്മൾ ട്രെയിലർ കണ്ട് മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡിൽ വെച്ച് നിന്നിട്ട് കാണുകയാണെങ്കിൽ നല്ലപോലെ ഒരു വർത്തായെന്ന് പറയാൻ മതി. പക്ഷെ എനിക്കൊരു തോന്നിയ എങ്ങനെ വേണ്ട ഈ രീതിയിലൊന്നും ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് വർക്കായനെയാണ് തോന്നിയായിരുന്നു. വേറെ ഒരു കുഴപ്പം എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് തോന്നില്ല. പിന്നെ ചില 2-3 പടത്തിന്റെ ഒരു ക്യാമിയോ റോളാണ് കണ്ടിട്ടുള്ള ചില മൂവിയുടെ റെഫറൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തും അങ്ങനെയൊക്കെ കാണിച്ചിട്ടുമുണ്ട്. മൊത്തത്തിൽ ഓവറോൾ പറഞ്ഞാൽ ഒരു ഫാൻ ബോയ് പക്ക ഒരു മാസ് മസാല. സൂര്യയുടെ കുറെ നാൾക്ക് ശേഷം ഒരു തിയേറ്റർ കുളിപ്പ മൂവി സൂര്യയുടെ കണ്ടതിന് ഒരു പ്രത്യേക ഒരു സന്തോഷം. അത് ഇന്നലെ കാണാതിരുന്നതിന്റെ വിഷമവും എല്ലാം കൂടി മൊത്തം തീർത്തെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ കൊള്ളാം എന്നുള്ള ഒരു അവസ്ഥയാണ് പറയാനുള്ളത്.